ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നാം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ കൊടുക്കാനോ വാഗ്ദാനങ്ങൾ പറയാനോ കഴിവിനെ സൂചിപ്പിക്കാനോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കാണ് അല്ലേ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ ഫ്രം ഇംഗ്ലീഷ് വിത്ത് അസി. ഇന്ന് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടുന്ന ചില കാര്യങ്ങളെയാണ് ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ സാധാരണ ഒരു കാര്യം സംഭവിക്കുമെന്നൊക്കെ ഫ്യൂച്ചറിൽ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ വില്ല് ഉപയോഗിക്കാറുണ്ടല്ലേ. എന്നാൽ നമ്മളിപ്പോൾ നാളെ ഞാൻ വരാം, അല്ലെങ്കിൽ ഞങ്ങൾ നാളെ സ്കൂളിൽ പോകാം എന്നൊക്കെ പറയുമ്പോൾ ഒരിക്കലും അവിടെ വില്ലല്ല നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അതായത് ഭാവിയിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാം, അതേസമയത്ത് ഞങ്ങൾ സ്കൂളിൽ പോകും എന്ന് പറയുമ്പോൾ അവിടെ വില്ല് ഉപയോഗിക്കും. എന്നാൽ ഞങ്ങൾ സ്കൂളിൽ പോവാം എന്ന് പറയുമ്പോൾ അവിടെ വില്ലല്ല നമ്മൾ ഉപയോഗിക്കുന്നത്, പകരം ഷാളാണ് യൂസ് ചെയ്യുന്നത്. SHALL, ഷാൾ. ഞാൻ നാളെ വരാം, ഐ ഷാൾ കം ടുമോറോ. ഞങ്ങൾ നാളെ വരാം, വി ഷാൾ കം ടുമോറോ. അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാം, പോകാം, വാങ്ങാം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഷാളാണ് യൂസ് ചെയ്യുന്നത്. ഞാനൊരു കാറ് വാങ്ങാം, ഐ ഷാൾ ബൈക്ക്. വാങ്ങുക ബൈ എ കാർ. ഷാളിന് ശേഷം റൂട്ട് വെർബാണ് യൂസ് ചെയ്യുന്നത്. അതായത് വെർബിന് ഒരു മാറ്റവും ഇല്ലാത്ത വെർബാണ് യൂസ് ചെയ്യുന്നത്. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം, വി ഷാൾ പ്രേ ഫോർ യു. വി ഷാൾ പ്രേ ഫോർ യു. അപ്പം ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാം അല്ലെങ്കിൽ പോകാം എന്ന് പറയുമ്പോൾ അവിടെ ഷാൾ ഉപയോഗിക്കുന്നു. ആദ്യം നമ്മൾ ആരാണ് പറയുന്നത്? ഇപ്പം ഞാനാണെങ്കിൽ ഐ യൂസ് ചെയ്യുന്നു, ശേഷം ഷാൾ യൂസ് ചെയ്യുന്നു. ഞാൻ നാളെ പോകാം, ഐ ഷാൾ ഗോ ടുമോറോ. ഓക്കെ, അപ്പം ഷാള് ആദ്യത്തെ ഉപയോഗം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കാര്യം ഞാൻ ചെയ്യാം അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യാം, ഐയോടൊപ്പവും വിയോടൊപ്പവും ചേർക്കുന്നത് അവിടെ ഷാൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്. എന്നാൽ ചില കാര്യങ്ങളിൽ അനുവാദം, ചിലരോട് വളരെ പൊളൈറ്റായിട്ട് അനുവാദം ചോദിക്കുമ്പോഴും അത് രണ്ടാമത്തെ ഉപയോഗമാണ് ഷാളിൻ്റെ. അനുവാദം ചോദിക്കാനും നമുക്ക് ഷാളാണ് ഉപയോഗിക്കുന്നത്. അതായത് ഇപ്പോൾ പറയാണ്, ഞാൻ ഈ ബാഗ് ചുമക്കാൻ നിങ്ങളെ സഹായിക്കട്ടെ, ഞാൻ സഹായിച്ചോട്ടെ എന്ന് അവരോട് പെർമിഷൻ ചോദിക്കുകയാണ്. അപ്പോൾ എന്താണ്? ഷാൾ ഐ ഹെൽപ്പ് യു ക്യാരി ദ ബാഗ്. ഷാൾ ഐ ഹെൽപ്പ് യു ക്യാരി ദ ബാഗ്. ഈ ഒരു ബാഗ് ചുമക്കാൻ ഞാൻ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കുക, നമ്മൾ ഷാൾ ഉപയോഗിക്കുമ്പം അനുവാദത്തിന് വേണ്ടി ഷാൾ ഉപയോഗിക്കുന്നു. എന്നാൽ ഇതേപോലെ തന്നെ ചില നിർദ്ദേശങ്ങൾ കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ അതായത് സജഷൻസിന് വേണ്ടി, ആ സജഷൻ എന്ന് പറയുമ്പോൾ അവിടെ മനസ്സിലാക്കണം, ഷാൾ ഐ ഗെറ്റ് എ പിസ്സ ഫോർ ടുനൈറ്റ്, ഫോർ ഡിന്നർ ടുനൈറ്റ്. ഷാൾ ഐ ഗെറ്റ് എ പിസ്സ ഫോർ ഡിന്നർ ടുനൈറ്റ്. ഇന്ന് രാത്രിയിലത്തേനൊരു പിസ്സ കിട്ടുമോ? ഇല്ലെങ്കിൽ ഷാൾ ഐ പോസ്റ്റ് ദീസ് ലെറ്റേഴ്സ്, ഈ കത്തുകൾ ഞാൻ പോസ്റ്റ് ചെയ്യട്ടെ. അപ്പോൾ അവിടെ ഒരു സജഷനാണ് ചോദിക്കുന്നത്. അപ്പോൾ അനുവാദത്തിന് വേണ്ടിയിട്ട് ഷാൾ യൂസ് ചെയ്യാം, അതുപോലെ ഒരു സജഷൻ അഥവാ നിർദ്ദേശത്തിന് വേണ്ടി ചോദിക്കാം. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കാര്യം, ഒരു ഉപദേശം, ഇപ്പോൾ ഒരാളുടെ ഇപ്പോൾ പറയാണ്, ഞാൻ ഏത് കാറാണ് വാങ്ങണ്ടേ, ഞാൻ എന്താ ഏത് ടൈപ്പാണ് അല്ലെങ്കിൽ എങ്ങനെയുള്ളതാണ് വാങ്ങേണ്ടതെന്നുള്ളൊരു ഉപദേശം ചോദിക്കാം. വിച്ച് കാർ ഷാൾ ഐ ബൈ, വിച്ച് കാർ ഷാൾ ഐ ബൈ. ഓക്കെ, അപ്പം നമുക്ക് സജഷന് വേണ്ടിയിട്ട്, പെർമിഷന് വേണ്ടിയിട്ട്, അഡ്വൈസിന് വേണ്ടിയിട്ടൊക്കെ ഏതുപയോഗിക്കാൻ പറ്റും? ഷോൾ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ അതുപോലെ ഒരു കാര്യം കൺഫേം ചെയ്തിട്ട് പറയാണ്. അതായത് ഏതെങ്കിലും ഒരു ഫാക്റ്റ്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൺഫേം ചെയ്യാണ്. ഐ ഷാൾ മീറ്റ് യു ഹിയർ അറ്റ് 7 PM. ഐ ഷാൾ മീറ്റ് യു ഹിയർ അറ്റ് 7 PM. കൺഫേം ചെയ്യാണ്, 7 മണിക്ക് ഞാൻ നിങ്ങളെ മീറ്റ് ചെയ്യാം, അപ്പം നിങ്ങൾ ഓക്കെ ആണല്ലോ എന്ന് ഒരു കാര്യം കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഷാൾ ഉപയോഗിക്കാം. അപ്പോൾ ഷാൾ യൂസ് ചെയ്യുന്ന പ്രത്യേക സ്ഥലങ്ങൾ മനസ്സിലാക്കുക. വിൽ ഫ്യൂച്ചർ ടെൻസിൽ യൂസ് ചെയ്യുമ്പോൾ ഞാനത് ചെയ്യും എന്നുള്ളിടത്ത് ഞാൻ ചെയ്യാം എന്ന് പറയാൻ ഐയോടൊപ്പവും വിയോടൊപ്പവും യൂസ് ചെയ്യാനാണ് ഷാൾ കൂടുതലായും ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ചില ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പം ഓഫർ, സജഷൻ മുതലായ ക്വസ്റ്റ്യൻസ് വരുമ്പോഴും അവിടെ നമുക്ക് ഷാൾ ഉപയോഗിക്കാം. അതായത് ഷാൾ ഐ ഗോ ടു ദ പാർക്ക്, അല്ലെങ്കിൽ ഇങ്ങനെ
ഒരു ഓഫർ അല്ലെങ്കിൽ സജഷനൊക്കെ ചോദിക്കുമ്പോഴത്തേന് ഷാൾ ഐ ബ്രിങ് യുവർ ബുക്ക് ടുമോറോ, നാളെ ഒരു പുസ്തകം കൊണ്ടുവന്നാൽ മതിയോ, ഒരു സജഷനായിട്ട് ചോദിക്കണം, മതിയോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഷോൾ ഉപയോഗിക്കാം. അപ്പം ഇവിടെ പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഷോളിൻ്റെ ഉപയോഗം വളരെ റെയറായിട്ടേ ഉള്ളൂ. അത് കൂടുതലും ഫോർമൽ സ്പീച്ചിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ലീഗൽ ഡോക്യുമെൻറ്റ്സിലൊക്കെയാണ് നമുക്ക് ഷാൾ കാണാനായിട്ട് പറ്റുന്നത്. അതുപോലെ ചില സമയത്ത് ഇൻസ്ട്രക്ഷൻസ്, എന്തെങ്കിലും ഒരു നിർദ്ദേശങ്ങൾക്ക് ഇപ്പോൾ പ്രത്യേകമായൊരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുമ്പോൾ ഇപ്പം വാട്ട് ഷാൾ ഐ ഡു വിത്ത് യുവർ മെയിൽ വെൻ ഇറ്റ് ഐ റൈസ്, ഇപ്പം നിൻ്റെ മെയിൽ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം, എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ പറയാൻ ചോദിക്കണം, വാട്ട് ഷാൾ ഐ ഡു വിത്ത് യുവർ മെയിൽ വെൻ ഇറ്റ് റൈസ്. ഓക്കെ. അതുപോലെ പ്രോമിസുകൾ, വാഗ്ദാനങ്ങൾ കൊടുക്കുമ്പോൾ യു ഷോൾ ബി ദ ഫസ്റ്റ് പേഴ്സൺ ടു നോ, യു ഷോൾ ബി ദ ഫസ്റ്റ് പേഴ്സൺ ടു നോ. അതുപോലെ ഏതെങ്കിലും ഒരു ഓഫേഴ്സ് കൊടുക്കുമ്പോൾ, അതായത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് കാപ്പി എടുക്കട്ടെ എന്ന് ചോദിക്കൂലേ, ഷാൾ ഐ മേക്ക് സം കോഫി ഫോർ യു, ഷാൾ ഐ മേക്ക് സം കോഫി ഫോർ യു. അപ്പം ഇങ്ങനെയുള്ള, അതുപോലെ ഞാനൊരു പാട്ട് പാടട്ടെ, ഷാൾ ഐ സിങ് എ സോങ്, ഞാനൊരു പാട്ട് പാടട്ടെ, ചില ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുമ്പോൾ. അപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് ഷാൾ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഷാളിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്, അവിടെ നമ്മളത് മനസ്സിലാക്കേണ്ടത് കൂടുതൽ കാര്യങ്ങളും ചെയ്യാമെന്ന് പറയുമ്പോൾ, അതുപോലെ ഏതെങ്കിലും ഒരു അനുവാദം, ഉപദേശം, നിർദ്ദേശം, വാഗ്ദാനം, അതുപോലെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കുമ്പോഴെല്ലാം നമുക്ക് ഷാൾ യൂസ് ചെയ്യാം. എസ്പെഷ്യലി ഫ്യൂച്ചർ ടെൻസിൽ ഫസ്റ്റ് പേഴ്സൺ ഇൻസ്റ്റെഡ് ഓഫ് വില്ലായിട്ട് നമുക്ക് ഐയോടൊപ്പം വീനോടൊപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഫ്യൂച്ചറിനെ പറ്റി സംസാരിക്കുമ്പോൾ നമുക്ക് ഷാൾ യൂസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഓഫേഴ്സൊക്കെ വരുമ്പം ഏതെങ്കിലും ഒരു സഹായ വാഗ്ദാനമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഷാൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഷാൾ ഐ അല്ലെങ്കിൽ ഷാൾ വി, അവിടെ ഒരു ക്വസ്റ്റ്യൻ പോലാണ്, ഷാൾ ഐ കുക്ക് ഫോർ യു, അല്ലെങ്കിൽ ഷാൾ വി പെയിൻറ്റ് എ പിക്ചർ ഫോർ യു, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളൊരു പിക്ചർ വരയ്ക്കട്ടെ, ഇങ്ങനെയൊക്കെ ചോദിക്കാനായിട്ട് നമുക്ക് ഷാൾ ഉപയോഗിക്കാം. അപ്പം ഇനി നമുക്ക് നമ്മുടെ എക്സർസൈസിലേക്ക് ഒന്ന് കടക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. ഒപ്പം തന്നെ പേഴ്സണൽ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളെ കുറിച്ച് അറിയേണ്ടവർ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഞാൻ ഈ ജനൽ തുറന്നോട്ടെ. അപ്പം നിങ്ങൾക്ക് വേണ്ടി ആണ് ഉദ്ദേശിക്കുന്നത്, ഞാൻ ഈ ജനൽ തുറന്നോട്ടെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, നിങ്ങളുടെ ബാഗ് ഞാൻ എടുക്കട്ടെയോ, നിങ്ങളുടെ ബാഗ് ഞാൻ എടുക്കട്ടെയോ. തേർഡ് ക്വസ്റ്റ്യൻ, ഞാൻ നിന്നെ പാർക്കിൽ കാത്തു നിൽക്കാം, ഞാൻ നിന്നെ പാർക്കിൽ കാത്തു നിൽക്കാം. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഞാൻ അവിടെ എത്തിയ ശേഷം നിന്നെ വിളിക്കാം, ഞാൻ അവിടെ എത്തിയ ശേഷം നിന്നെ വിളിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈ പണം കൊണ്ട് ഞാനൊരു കമ്പ്യൂട്ടർ വാങ്ങിക്കട്ടെയോ. ഈ പണം ഉപയോഗിച്ചെന്നല്ല, ഷാൾ ഐ യൂസ് വരും. ഈ പണം കൊണ്ട് ഞാനൊരു കമ്പ്യൂട്ടർ വാങ്ങിക്കട്ടെയോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് തീരുന്നിടത്ത് തന്നെ ഇതിൻ്റെ ആൻസേഴ്സ് ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ആൻസേഴ്സ് കൂടെ നോക്കുക. ഒപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയോ കമൻസുകളായി ടൈപ്പ് ചെയ്യുകയോ ചെയ്യുക. അതിൻ്റെ ഉത്തരങ്ങൾ അവിടെ റെഡി ആയിരിക്കും. നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ സംശയങ്ങളുണ്ടെങ്കിൽ അതുകൂടി അവിടെ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.